പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം ദൈവവചനമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് മാറാത്തവനും വിശ്വസ്തനുമായിട്ട് നമ്മുടെ കൂടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന സകല വഴികളിലും നമ്മെ കരുതുന്നവനായി, നമ്മെ അറിയുന്നവനായി, നമ്മെ മാനിക്കുന്നവനായിട്ട് കർത്താവ് കൂടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില സിറ്റുവേഷനിൽ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മളിങ്ങനെ പഴയ കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ ഓർത്ത് വിഷമിക്കാം. രണ്ട് രീതിയിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, പണ്ട് ഞാൻ ചെയ്ത തെറ്റുകൾ എന്റെ ജീവിതത്തെ ആകെ നശിപ്പിച്ചു. അത് നമ്മൾ പണ്ടത്തെ മുമ്പല്ലേ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിലെ കുറവുകളെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ കാലത്തെ കുറിച്ച് പശ്ചാത്തപിക്കും. ഞാൻ ചെയ്ത തെറ്റുകൾ, എന്റെ കുറവുകൾ, എന്റെ ബലഹീനതകളൊക്കെ എന്റെ ജീവിതത്തെ നശിപ്പിച്ചു, തകർത്തു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു. നമ്മളെ കുറിച്ച് ഉള്ള കുറവുകളെയും കുറ്റത്തെയും ഒരുപാട് സമയം നമ്മൾ പറഞ്ഞ് നമ്മുടെ അകത്തെ നമ്മൾ ഞെരുക്കും. അതുപോലെ തന്നെ മറ്റൊരു മേഖലയിൽ സംഭവിക്കുന്ന ഒരു കാര്യം, അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം, അതായത് ഇന്നലത്തെ എൻ്റെ ജീവിതം നന്നായിരുന്നു. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാമോ? ഞാൻ ജീവിച്ച ചുറ്റുപാടറിയാമോ? ഞാൻ മുമ്പ് എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ ജീവിത രീതി, എൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു അറിയാം. ഇപ്പൊ എല്ലാം പോയി. നമ്മൾ ഈ രണ്ട് തരത്തിൽ നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനസ്സിനകത്ത് പലരും നിരാശപ്പെടുന്ന കാണാൻ സാധിക്കും. ചിലർ സന്തോഷിക്കും, ചിലർ പറയും എന്റെ കഴിഞ്ഞ നാളുകളെ വെച്ച് നോക്കിയാൽ ദൈവം എന്നെ മാനിച്ചു. അത് നല്ല കാര്യമാണ്. പക്ഷെ പലപ്പോഴും പലരുടെയും ജീവിതത്തിനകത്ത് അതിനുപരിയായിട്ട് ഈ കഴിഞ്ഞ കാല ജീവിതത്തിലെ അനുഭവങ്ങളെ പറഞ്ഞ് അതിന്റെ പേരിൽ നിരാശപ്പെടുന്നവരെ നമുക്ക് ചുറ്റുപാടുകളിൽ കാണാം. പക്ഷെ പ്രിയപ്പെട്ടവർ, നമ്മളെ കർത്താവ് വിളിച്ചത് നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് നിരാശയിൽ അടിമപ്പെട്ട് ജീവിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ച വിളിയുടെ പുറകില് നമ്മൾ തളർന്നു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ, പ്രത്യാശയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു വിളി നമ്മുടെ മേലുണ്ട്. അത് നമ്മുടെ മേൽ കിടക്കുന്ന ഒരു വിളിയാണ്. അത് നമ്മുടെ മേൽ കിടക്കുന്ന ഒരു കോളിയാണ്. അത് ഒരിക്കലും ആർക്കും അതിനെ പറിച്ചു മാറ്റാൻ പറ്റത്തില്ല. ഞാൻ നമ്മുടെ അകത്തുള്ള വിളിയാണ്. അത് നമ്മുടെ മേൽ കിടക്കുന്നതാണ്. അത് നമ്മളിൽ നിത്യമായതാണ്, നിലനിൽക്കുന്നൊരു വിളിയാണ് നമ്മുടെ. അപ്പൊ അത് ഇന്നലത്തെ കാര്യങ്ങൾ, ഇന്നലത്തെ കഷ്ടപ്പാടുകളെ, കഴിഞ്ഞ നാളുകളെ, പ്രതികൂലങ്ങളെ, പ്രതിസന്ധികളെ പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിലേക്ക് ഇറങ്ങിപ്പോകാതെ അകത്തൊരു പ്രത്യാശ ഉണ്ടാകട്ടെ. എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, അവൻ എന്നെ ഒരിക്കലും കൈവിടത്തില്ല, ഞാൻ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല എന്ന ബോധ്യം നിങ്ങളെ വാഴുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറിയിരിക്കും. നിങ്ങൾ അനുഗ്രഹമായി മാറും. നിശ്ചയമായി നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അത് നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളിയാണ്. അത് നിശ്ചയമായി നിവർത്തിക്കപ്പെട്ടിരിക്കും. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, അപ്പോൾ നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മിൽ കർത്താവിന്റെ ആഗ്രഹം നമ്മുടെ അകത്ത് വരിക എന്നുള്ളത്. കർത്താവിന് നമ്മളെ കുറിച്ചുള്ള ആഗ്രഹമില്ല, അത് നമ്മളിലേക്ക് വരണം. നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഇങ്ങനെ പഴി പറഞ്ഞ് അതിനെ ഇങ്ങനെ ചാരി നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞ് നമ്മളങ്ങ് താഴേക്ക് പോവുക. പക്ഷെ നമ്മുടെ ഉള്ളിൽ കത്തിച്ചൊലിക്കൊണ്ടൊരു ചിന്തയുണ്ട്, എന്നിൽ വസിക്കുന്നുണ്ട് കർത്താവ്, ഞാൻ തകർന്നു പോകാൻ അനുവദിക്കാത്തവനാണ്, ഞാൻ വീണ് പോകാൻ അനുവദിക്കാത്തവനാണ്, എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ പദ്ധതി വലിയതാണ് എന്ന ബോധ്യമാണ് നമ്മുടെ അകത്തുണ്ടാകുന്നത്. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്ന ഒരു കാര്യം, ഹല്ലേലൂയ, നമുക്ക് അതിന്റെ ഹല്ലേലൂയ പ്രോവേർബ്സ് സദൃശ്യവാക്യം 4-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, നിന്റെ ഹൃദയത്തെ സൂക്ഷിക്കാം. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളുടെ പ്രാധാന്യത്തെ അവിടെ എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ആ വാക്യം ഞാൻ ഒന്ന് വായിക്കാം. സദൃശ്യവാക്യം അതിന്റെ 4-ാമത്തെ അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക, ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. സകല ജാഗ്രതയോടുകൂടെ ഹൃദയത്തെ കാക്കുക. ഹൃദയം, അപ്പൊ എല്ലാ പ്രശ്നങ്ങളുടെയും ഉറവിടം എവിടുന്നാണ്? ഹൃദയത്തിൽ നിന്ന്. അതിലാണ് ജീവൻ പുറപ്പെടുന്നത്, അവിടുന്ന്. അപ്പൊ ആ ജീവൻ അവിടുന്ന് പുറപ്പെടാനായിട്ട് നമ്മളിൽ എന്താ വേണ്ടത്? സകല ജാഗ്രതയും കൂടെ ഹൃദയത്തെ കാക്കണം. ഹൃദയം നമ്മൾ കവർ ചെയ്ത് സൂക്ഷിക്കണം. ഹൃദയത്തെ നമ്മൾ വേലി കെട്ടി സൂക്ഷിക്കണം. കാരണം ഹൃദയത്തിൽ നിന്നാണ് ജീവന്റെ ഉറവിടം. അതാണ് ഈ വചനത്തിൽ പറയുന്നത്. ഹൃദയത്തിൽ നിന്നല്ലോ ജീവൻ പുറപ്പെടുന്നു. അപ്പോ അതായത് ജീവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
ഒരു ജീവനില്ലാത്തവ എന്ന് പറഞ്ഞാൽ ഒരു ശരീരത്തെ സംബന്ധിച്ചിടത്തോളം പ്രയോജനമില്ലാത്തത്. എന്നാൽ എപ്പോഴാണോ ശരീരത്തിന് ജീവൻ ഉണ്ടാകുന്നത്, അപ്പോഴാണ് ശരീരത്തിന് പ്രയോജനം ഉണ്ടാകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും മരിച്ചു കിടക്കുന്ന, നിർജീവമായി കിടക്കുന്ന സാഹചര്യങ്ങൾ പലതാണ്. നമ്മള് പലരുടെയും ജീവിതത്തിൽ പറയുന്ന കാര്യം കേട്ടിട്ടുണ്ട്. കുടുംബമുണ്ട്, കുടുംബ ജീവിതമില്ല. ബിസിനസ് ഉണ്ട്, കമ്പനി ഉണ്ട്, ഓഫീസ് ഉണ്ട്, പക്ഷെ ബിസിനസ് ഇല്ല. ചിലർക്ക് ബിസിനസ് ഉണ്ട്, പ്രയോജനമില്ല. ചിലർ പഠിക്കുന്നുണ്ട്, നല്ല റിസൾട്ട് ഇല്ല. ശരിക്ക് ചിലർ നല്ലപോലെ മരുന്ന് കഴിക്കുന്നുണ്ട്, സൗഖ്യമാകുന്നില്ല. എന്ന് പറഞ്ഞാൽ അവര് ഇടപെടുന്ന കാര്യത്തിനകത്ത് ഡെഡ് സിറ്റുവേഷൻ. അവിടെ പ്രത്യാശയ്ക്കും പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത പോലെ ഡെഡ് സിറ്റുവേഷൻ. ഇവിടെ വചനം പറയുന്നത് ഹൃദയത്തിൽ നിന്നാണ് ജീവന്റെ ഉൽപ്പത്തി, ജീവന്റെ ഉറവിടം ഹൃദയമാണ്. അപ്പൊ നമ്മിൽ കർത്താവ് തന്നിരിക്കുന്ന, നമ്മിൽ ദൈവം ഇട്ടിരിക്കുന്ന ആ ദൈവപ്രവർത്തിയുടെ മേഖലകൾ വിജയകരമായി തീരാൻ നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളിൽ പരിവർത്തനം ഉണ്ടാകുന്നു. ഹൃദയ ചിന്തകളിൽ പരിവർത്തനം ഉണ്ടാക്കുക. അതായത് നമ്മുടെ സാമ്പത്തിക മേഖലയാകട്ടെ, നമ്മുടെ ശരീരമാകട്ടെ, നമ്മുടെ കുടുംബജീവിതമാകട്ടെ, നമ്മുടെ ജോലിയാകട്ടെ, ബിസിനസ് ആകട്ടെ, അതിൻ്റെ അകത്ത് ഡീആക്ടിവേറ്റ് ആയിട്ട് അത് പ്രവർത്തനനിരതമായി കിടക്കുന്ന, ചിലതിനെ പ്രവർത്തനോന്മുഖമാക്കുന്ന ജീവൻ നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഉളവാകുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നത് വായ പ്രസ്താവിക്കും. അപ്പൊ അതായത് ദൈവിക വചനത്തെ കുറിച്ച് സങ്കീർത്തനങ്ങൾ 1 അധ്യായത്തിലും അതുപോലെ തന്നെ യോശുവ പ്രവാചകന്റെ പുസ്തകം 1 അധ്യായത്തിലും പറയുന്ന ഒരു കാര്യമുണ്ട്, വചനത്തെ ധ്യാനിക്കുക. നമ്മള് വായിക്കുന്നത് വായിച്ചു വിടും. പക്ഷെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വായിച്ചതിനെ വീണ്ടും നമ്മൾ വീണ്ടും അതിനെ ഓർക്കുക, വീണ്ടും അതിനെ ചിന്തിക്കുക, വീണ്ടും അതിനെ എടുത്തു പറയുക. അത് നമ്മുടെ അകത്ത് ജീവനായി മാറുക, അത് നമ്മുടെ ജീവിതത്തിൽ ചലനമായി തീരുക. അതാണ് ഹല്ലേലൂയ ആമേൻ എന്തു പറയുന്നത്. അവിടെയാണ് ഹല്ലേലൂയ എന്ത് ആമേൻ ചെയ്യുന്നതൊക്കെയും സാധിക്കുന്ന അനുഭവം. വചനം ഇങ്ങനെ പറയുന്നത്, ആരാ? കർത്താവിന്റെ വചനത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനം 1 സങ്കീർത്തനം 3 വാക്യം, കർത്താവിന്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. എന്നാൽ യോശുവയോട് കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ചെയ്യുന്നതൊക്കെയും സാധിക്കേണ്ടത് എന്താ ചെയ്യണത്? എന്റെ വചനത്തെ നീ ധ്യാനിക്കുക. ഹല്ലേലൂയ. അപ്പോൾ നീ കൃതാർത്ഥനായിരിക്കുമെന്നാ പറയുന്നത്. അപ്പൊ അതായത് പ്രിയപ്പെട്ടവർ, നമ്മൾ ഇടപെടുന്ന സകല മേഖലകളിലും നമ്മൾ ജയകരമായി മാറണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിന്റെ മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകുക, നമ്മുടെ ചിന്താഗതികളെ മാറ്റുക, ഹൃദയത്തെ വചനം കൊണ്ട് നിറയ്ക്കുക. Fill your heart with the word of God. നിങ്ങളുടെ ഹൃദയത്തെ വചനത്താൽ നിറയപ്പെടുമ്പം, അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, വചനം നിങ്ങളുടെ അകത്ത് നിറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ മാറിയിരിക്കും. നിങ്ങൾ ഈ നല്ല പ്രവൃത്തി ആരംഭിച്ച കർത്താവിന്റെ ബോധ്യം നിങ്ങളുടെ അകത്ത് വരുമ്പോൾ ആമേൻ അവസ്ഥകൾ മാറിയിരിക്കും. ഒരു സംശയം വേണ്ട. ഇവിടെ വചനത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം ഇതാണ്, നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവപ്രവൃത്തി, ദൈവികമായ പ്രവൃത്തി, ദൈവികമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നത് വചനത്തിലൂടെയാണ്. ദൈവവചനത്തെ ചിന്തിക്കുന്നതിലൂടെയാണ്, വചനത്തെ ധ്യാനിക്കുന്നതിലൂടെയാണ്, വചനത്തെ കൂടെ വിളിച്ചു പറയുന്നതിലൂടെയാണ്. ഹല്ലേലൂയ. അപ്പം ഇവിടെ ആമേൻ നമ്മുടെ ജീവന്റെ ഉറവിടം ഹൃദയമാണ്. ഹൃദയത്തിന്റെ ചിന്തകളെ വചനത്താൽ നിയന്ത്രിക്കാൻ തുടങ്ങിക്കും. നമ്മള് ജീവിതത്തിനകത്ത് വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ പലരും നിരാശയ്ക്കകത്ത് വീഴാറുണ്ട്, തളർന്നു പോകാറുണ്ട്, മടുത്തു പോകാറുണ്ട്. ഇവിടെ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിനകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് നിരാശയുടേതായ ചിന്തകൾ വരുമ്പോൾ ആ ചിന്തകളെ തകർക്കുവാനായിട്ട് ദൈവവചനത്തെ നിങ്ങൾ വീണ്ടും പറയുമ്പോൾ, വീണ്ടും ദൈവവചനത്തിലേക്ക് നിങ്ങളുടെ ചിന്തകളെ നയിക്കുമ്പോൾ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അസാധാരണമായ ദൈവപ്രവൃത്തികൾക്ക് അത് കാരണമായി തീരും. നിങ്ങളുടെ ഉള്ളിൽ മാറ്റം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മാറ്റം ഉണ്ടാകുമ്പോൾ, നിങ്ങളുടെ ചുറ്റുപാടുകളിലെ മാറ്റം, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ മാറ്റിമറിക്കും. ഹൃദയത്തിൽ മാറ്റം ഉണ്ടാകട്ടെ. ഹൃദയത്തെ വചനം പറഞ്ഞ പൂർണ്ണ ജാഗ്രതയോടെ ഹൃദയത്തെ സൂക്ഷിക്കുക, സൂക്ഷിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഹല്ലേലൂയ ആ പൂർണ്ണ ജാഗ്രതയോടെ ദൈവവചനത്തെ സൂക്ഷിക്കാനായിട്ട്,
ദൈവവചനത്താൽ നിങ്ങളുടെ ഹൃദയത്തെ പണിതെടുക്കാനായിട്ട്, ദൈവവചനത്താൽ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനായിട്ട്, ദൈവവചനത്താൽ നിങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കാനായിട്ട് നിങ്ങളുടെ ഹൃദയത്തിൽ വചനം കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ. ദൈവവചനം, കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് അസാധാരണമായ പ്രവൃത്തികൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കാൻ, നമ്മുടെ ഹൃദയത്തെ നമ്മൾ സൂക്ഷിക്കേണ്ടത് വളരെ അധികം ആവശ്യമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. സദൃശ്യവാക്യത്തിൽ തന്നെ 23-ാം അധ്യായത്തില് അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഹല്ലേലൂയ. അതായത് നമ്മുടെ ഒരു മനുഷ്യന്റെ ഹൃദയത്തില് അവൻ ചിന്തിക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് അവന്റെ ജീവിതമായിരിക്കുന്നത്. അതായത് അതിന്റെ 23-ാമത്തെ അധ്യായം, സദൃശ്യവാക്യം 23-ാം 7-ാം വാക്യം, അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. അതായത് മനുഷ്യൻ തന്റെ ഹൃദയത്തിൽ അവൻ എന്ത് വിചാരിക്കുന്നു അവൻ അങ്ങനെ ആയിത്തീരും. അവന്റെ ജീവിത രീതി അങ്ങനെ ആയിരിക്കും. നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ നമ്മളെ വാഴരുത്. പകരമായിട്ട് ഹല്ലേലൂയ, നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണം. നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണം. എന്റെ പാപത്തിന് വേണ്ടി യേശു മരിച്ചത്, എന്റെ ശാപം യേശു ക്രൂശിൽ ചുമന്ന് തീർത്തതാണ്, എന്റെ ദാരിദ്ര്യം യേശു ക്രൂശിൽ ചുമന്ന് തീർത്തത്. ഞാൻ അതിനകത്ത് അടിമപ്പെട്ട് കെട്ടപ്പെട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കാനുള്ളവൻ അല്ല. അത് എന്റെ അകത്ത് ആഴത്തിലുണ്ടാകേണ്ട ബോധ്യം, ആഴത്തിൽ വേരുറക്കേണ്ട ബോധ്യമാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുമ്പോൾ, ഉള്ളിൽ വേരുറയ്ക്കുമ്പോൾ, പ്രിയപ്പെട്ട, ഒരു പ്രതിസന്ധികൾക്കും നമ്മളെ തടഞ്ഞു നിർത്താൻ സാധ്യമല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ജീവിതത്തിനകത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഓരോ വഴികളിലും, നിങ്ങൾ കാലുകൾ എടുത്തു വെക്കുന്ന ഓരോ മാർഗങ്ങളിലും നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അപ്പൊ നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കാനായിട്ട്, നമ്മൾ ചിന്തിക്കുന്ന കാര്യത്തെ, നിങ്ങൾ ചിന്തിക്കുന്ന കാര്യം നിങ്ങൾക്ക് നിരാശയുടെ ചിന്ത വരുന്നെന്നിരിക്കട്ടെ, ഭയത്തിന്റെ ചിന്ത വരുന്നെന്നിരിക്കട്ടെ, ആ ചിന്ത കൊണ്ട് ജയിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ പരാജയപ്പെടും. എന്നാൽ ചിന്തയിൽ നിങ്ങളുടെ അകത്ത് വരുന്ന നിരാശകളെ, അല്ലെങ്കിൽ ചിന്തയിൽ വരുന്ന ഭയത്തെ നിങ്ങൾ ദൈവവചനം കൊണ്ടൊന്ന് ഫേസ് ചെയ്ത് നോക്കിക്കേ, വചനത്തെ ഒന്ന് വിളിച്ചു പറഞ്ഞു നോക്കിക്കേ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കും വചനത്തിന്റെ ശക്തിയും വചനത്തിന്റെ ബലവും വചനത്തിന്റെ വീര്യവും. യെസ്, ഹല്ലേലൂയ. വചനം നിങ്ങളുടെ അവസ്ഥയെ മാറ്റും, വചനം നിങ്ങളുടെ സ്ഥിതിയെ മാറ്റും, വചനം നിങ്ങളുടെ ഹല്ലേലൂയ നിങ്ങളിൽ അസാധാരണമായ പണി ചെയ്തെടുക്കും. വചനം ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതിയെ മാറ്റുവാനായിട്ട് വചനത്തിന് ശക്തിയുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്താണെന്നറിയാം, ഹൃദയത്തിൽ ചിന്തിക്കുന്ന വചനം വാ കൊണ്ട് പറയണം. നിങ്ങൾ പറയണം. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളെ പിശാച് സ്വാധീനിക്കാൻ വിട്ടുകൊടുക്കാതെ, നിങ്ങളുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വചനം, എനിക്ക് ദോഷമായതൊന്നും വരത്തില്ല, നന്മ മാത്രമേ എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തുള്ളൂ, യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചതാ, എന്റെ സകല പാപത്തിന്റെയും ശിക്ഷ യേശു ക്രൂശിൽ ചുമന്ന് തീർത്തതാ, ഇനി ഞാൻ പാപത്തിന്റെയും നിരാശയുടെയും ശാപത്തിന്റെയും രോഗത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും ശാപത്തിനകത്ത് കിടക്കാൻ, അടിമത്വത്തിൽ കിടക്കാൻ വിളിക്കപ്പെട്ടവനല്ല ഞാൻ. ക്രിസ്തു മുഖാന്തരം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്, ക്രിസ്തു മുഖാന്തരം ഞാൻ സൗഖ്യമായിരിക്കുന്നു, ക്രിസ്തു മുഖാന്തരം ഞാൻ സമൃദ്ധിയിലാണ്, ക്രിസ്തു മുഖാന്തരം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ക്രിസ്തു മുഖാന്തരം ഞാൻ അധികാരമുള്ളവനാണ്. ഈ ബോധ്യം നമ്മുടെ ചിന്തകളെ, മനുഷ്യൻ എങ്ങനെ ചിന്തിക്കുന്നു അവൻ ഹൃദയത്തിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു അവൻ. അത് മലയാള ഭാഷയിൽ അത് പറഞ്ഞു വെച്ചിരിക്കുന്നത് വ്യത്യാസമായ നിലയിലായതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം അതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ. അത് വളരെ ലഘുവായി പറയുന്ന ഒരു കാര്യം, വളരെ സിമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അതുപോലെയാകും നിങ്ങൾ. അപ്പൊ നമ്മുടെ ചിന്തകളെ ഒന്ന് വിശാലമാക്കിക്കും. എനിക്ക് കർത്താവ് വെച്ചിരിക്കുന്ന വിളി വലുതാണെന്നൊരു ബോധ്യമാകത്തേക്ക് വരട്ടെ. ആ ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ സ്ഥിതി മാറിയിരിക്കും, ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ആ ദൈവവചനത്തിന്റെ ആ ശക്തി നിങ്ങളുടെ അകത്തേക്ക് ഇറങ്ങട്ടെ. നിങ്ങളെ വിളിച്ച വിളിയുടെ ആഴമൊന്ന് തിരിച്ചറിഞ്ഞ്, ആ വിളിയുടെ ശക്തിയും തിരിച്ചറിഞ്ഞ്, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചത് തീർത്തു കളയാൻ വിളിച്ചതല്ല, നിങ്ങളിൽ അവന് ആഴമേറിയ ഒരു ദൈവപ്രവൃത്തി, അവന്റെ ആഗ്രഹമാണ് അവനത് ക്രൂശിൽ നിവർത്തിച്ചത് നിങ്ങളിൽ. അല്ലെങ്കിൽ അതിന്റെ പൂർണ്ണത കാണാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെ വളരെയധികം ശ്രദ്ധയോടെ നാം സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ നമ്മുടെ നിരൂപണങ്ങൾ, നമുക്കറിയാം കർത്താവായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ മനുഷ്യൻ പാപത്തിലേക്ക് വീണുപോയപ്പോ
മനുഷ്യനെ കുറിച്ച് കർത്താവ് പറഞ്ഞൊരു ഒരു കാര്യമുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തില് അതിന്റെ 6-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് മനുഷ്യനെ സൃഷ്ടിച്ചത് നിമിത്തം ദൈവം അനുദപിച്ചു എന്നാണ് വചനത്തിൽ നമ്മൾ കാണുന്നത്. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം. എന്നാൽ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളവ എത്രയോ എന്നും യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുദപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി തീർന്നു. എന്തുകൊണ്ടാ? മനുഷ്യന്റെ പ്രവൃത്തികളുടെ ദോഷത്തെ കുറിച്ചല്ല പറയുന്നത്. ഹൃദയ നിരൂപണങ്ങളാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ച നിമിത്തം അവൻ പശ്ചാത്തപിക്കുന്ന നിലവാരത്തിലേക്ക് ആയിത്തീർന്നത്. അതിന് കാരണമായി തീർന്നത് മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളിൽ വന്ന പാപമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു തന്റെ ജനത്തോടുള്ള വലിയ സന്ദേശത്തിന്റെ അതിൽ പറഞ്ഞൊരു കാര്യം, ഒരു സ്ത്രീയെ മോഹിക്കേണ്ടതിന് ഇച്ഛയോടെ നോക്കുന്നവൻ പാപം ചെയ്തു കഴിഞ്ഞു. അപ്പൊ അവിടെ പാപത്തെ കർത്താവ് വീണ്ടും വ്യാഖ്യാനം ചെയ്യും. ഇങ്ങനെ പറഞ്ഞത് ഹൃദയത്തിലെ ചിന്തകൾ, നിരൂപണങ്ങൾ. അപ്പൊ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ പാപം എന്ന് പറയുന്നത്, മനുഷ്യൻ ചെയ്യുന്ന പാപം പ്രവർത്തികളാൽ ചെയ്യുന്ന പാപം നിശ്ചയമായും പാപമാണ്. എന്നാൽ അതിനപ്പുറമായി പറയുന്ന ഒരു കാര്യം, ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് ദൈവത്തെ മുറിപ്പെടുത്തിയത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നിമിത്തം അനുദപിച്ചു എന്ന പദം അവിടെ ഉപയോഗിച്ചിരിക്കുക. എന്താണ്? ഹൃദയ നിരൂപണങ്ങൾ ദോഷമുള്ളതായതുകൊണ്ട്. അപ്പോ കർത്താവ് നമ്മുടെ ഹൃദയം, നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഹൃദയ നിരൂപണങ്ങളിലുള്ള ദൈവത്തോടുള്ള ബന്ധം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതായത് ഹൃദയപൂർവ്വമുള്ള ദൈവത്തോടുള്ള ബന്ധം, ഹൃദയത്തിലുള്ള ബന്ധം, അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിലെ ചിന്താഗതികളെയാണ് മാറ്റേണ്ടിയിരിക്കുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴാണോ നമ്മൾ നാം നമ്മെ തന്നെ തിരിച്ചറിയുന്നത്, നമ്മൾ കേൾക്കുക, ഞാൻ പാപിയാണെന്ന് സ്ഥിരമായി കേൾക്കുന്ന ഒരാൾക്ക് പാപം ചെയ്യാൻ പ്രയാസമില്ല. എന്നാൽ ഒരു വ്യക്തി കേൾക്കുന്നു, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ് എന്ന് കേൾക്കുന്ന ഒരു വ്യക്തിക്ക് നീതിയിൽ ചലിക്കാൻ പ്രയാസമില്ല. അപ്പൊ ആ വ്യക്തിയുടെ ജീവിത ചലനങ്ങളെ നിയന്ത്രിക്കുന്നത് എന്താണ്? അവന്റെ അകത്തുള്ള ബോധ്യമാണ്. അപ്പൊ നമ്മുടെ അകത്ത് പറയേണ്ട ബോധ്യം എന്താണ്? ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, ഞാൻ കർത്താവിനെ നീതീകരിക്കപ്പെട്ടവൻ. ആ ബോധ്യം നമ്മുടെ അകത്ത് വരുമ്പോൾ നമുക്ക് നീതിയിൽ നടക്കാൻ സാധിക്കും. വചനം ഇങ്ങനെയാ പറയുന്നത്: തിരുനാമ നിമിത്തം കർത്താവിന്റെ നീതി പാതകളിൽ നടത്തുന്നു. ഞാൻ നീതി പാതകളിൽ നടക്കുന്നത് എന്റെ പ്രവർത്തികളുടെ ഗുണമുണ്ട്, അവന്റെ നാമത്താല. പ്രിയപ്പെട്ട ഹല്ലേലൂയ, അവൻ നമ്മെ നയിക്കും. അപ്പൊ ഹൃദയത്തിലെ നിരൂപണങ്ങൾ, നമ്മുടെ ഹൃദയത്തിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കേ, ഹൃദയത്തിലെ നിരൂപണങ്ങളാണ് കർത്താവിനെ പ്രയാസപ്പെടുത്തുന്നത്. ഇന്ന് ചിന്തിച്ചു നോക്കിക്കേ. കർത്താവ് നിങ്ങളുടെയും എന്റെയും പാപത്തിനു വേണ്ടി വില കൊടുത്തു. ക്രൂശിൽ യേശുവിന്റെ മരണവും പുനരുത്ഥാനവും നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ പൂർണ്ണമായ വില കൊടുത്തു കഴിഞ്ഞു, പൂർണ്ണമായിട്ട് കൊടുത്തു. അങ്ങനെ പൂർണ്ണമായും നിങ്ങളുടെയും എന്റെയും പാപത്തിന്റെ വില കൊടുത്തിട്ടു ഇപ്പോഴും നമ്മുടെ മനസ്സിനകത്ത് ഞാൻ കുറ്റക്കാരനാണ്, ഞാൻ കുഴപ്പക്കാരനാണ്, ഞാൻ ശാപത്തിന് കീഴിലാണ്, ഞാൻ അഴുക്കാണ്, ഞാൻ അശുദ്ധനാണ്, ഞാൻ കൊള്ളത്തില്ലാത്തവനാണ്, ഈ ബോധ്യം എന്റെ അകത്ത് അനുദിനം എന്നെ വാഴാൻ തുടങ്ങുമ്പോൾ അത് എന്നിൽ കൊണ്ടുവരുന്ന ഹല്ലേലൂയ ആമേൻ നിരാശാബോധം എന്നതിനപ്പുറത്ത് അത് കർത്താവിന്റെ ഹൃദയത്തെ പ്രയാസപ്പെടുത്തുന്ന കാര്യമാണ്. കർത്താവിന്റെ ഹൃദയത്തെ ആമേൻ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്ന തെറ്റായ ചിന്താഗതി. ഹല്ലേലൂയ. മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിക്കും, അതോടുകൂടി ഇതെല്ലാം കിട്ടും. അപ്പൊ നമുക്കിതെല്ലാം കിട്ടണമെങ്കിൽ എല്ലാം ദൈവിക, കർത്താവ് ഒരുക്കിയ രക്ഷയാകട്ടെ, കർത്താവ് ഒരുക്കിയ സൗഖ്യമാകട്ടെ, കർത്താവ് ഒരുക്കിയ നന്മയാകട്ടെ, ഇതെല്ലാം കിട്ടണമെങ്കിൽ ആ മുമ്പേ അവന്റെ രാജ്യവും അവന്റെ നീതി എന്താണ്? അവന്റെ നീതി ഹല്ലേലൂയ. ഇന്ന് അവന്റെ നീതി എന്താണ്? ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മോശയുടെ പ്രമാണം അനുസരിച്ച് എന്താണ് നീതി? പാപം ചെയ്യുന്നവൻ അതിന് തക്കവണ്ണം അനുഭവിക്കണം. എന്നാൽ എന്താണ് പുതിയ നിയമത്തിന്റെ നീതി? വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്ന ദൈവം. അവൻ താൻ നീതിമാനും അവനെ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും എന്ന് അവൻ നീതിമാനാകേണ്ടതിന് യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുക. വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം. റോമാലേഖനം 10-ാം അധ്യായം, റോമാലേഖനം അതിന്റെ 3-ാമത്തെ അധ്യായം, അതിന്റെ 24, 25, 26 വാക്യങ്ങൾ.
എന്നാൽ റോമാലേഖന 10-4 വാക്യം പറഞ്ഞു, വിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കണം. അതിന് ക്രിസ്തു ന്യായപ്രമാണത്തിന്റെ അവസാനമാണ്. ക്രൈസ്റ്റ് ഈസ് ദി എൻഡ് ഓഫ് ദ ലോ. അപ്പൊ വിശ്വാസത്താൽ നീതി. അപ്പൊ നമ്മുടെ ഹൃദയത്തിനകത്ത് നമുക്കുണ്ടാകേണ്ട ബോധ്യം എന്താണ്? എന്റെ ജീവിത നിലവാരം, എന്റെ സൗഖ്യം എന്റെ നീതി അനുസരിച്ചല്ല, എന്റെ വിടുതൽ എന്റെ നീതി അനുസരിച്ചല്ല, എന്റെ സമൃദ്ധി എന്റെ നീതി അനുസരിച്ചല്ല, എന്റെ ഉയർച്ച എന്റെ നീതി അനുസരിച്ചല്ല, അവന്റെ നീതിയാ. അവന്റെ നീതി, ഹിസ് റൈച്ചസ്നെസ്, അവന്റെ നീതിയില. നാം എപ്പോഴാണോ അവന്റെ നീതിയിൽ ആശ്രയിക്കുന്നത്, ആ നീതിയിലാണ് നമ്മുടെ ജയം ഇരിക്കുന്നത്, ആ നീതിയിലാണ് നമ്മുടെ ഉയർച്ച ഇരിക്കുന്നത്, ആ നീതിയിലാണ് ഹല്ലേലൂയ നമ്മുടെ സൗഖ്യം ഇരിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമ്മൾ ഈ വചനത്തിൽ കാണുമ്പോൾ അതിനെ തുടർന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം ഇതാണ്. ഹല്ലേലൂയ. നമുക്ക് ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 43-ാം അധ്യായം 18-19 വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അവിടെ വളരെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട്, പണ്ടുള്ളതിനെ നിരൂപിക്കേണ്ട. പണ്ടുള്ളതിനെ നിരൂപിക്കേണ്ട. നിങ്ങളുടെ അകത്ത് പണ്ടുള്ള നിരൂപണങ്ങളില്ലേ, ആ നിരൂപണങ്ങളെ നിങ്ങൾ എടുത്തു കളഞ്ഞു. നിങ്ങളുടെ ഹല്ലേലൂയ പണ്ടുള്ളതിനെ നിരൂപിച്ച് ആ നിരൂപണങ്ങൾ മാറ്റിയിട്ട് ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. നിങ്ങളുടെ നിരൂപണങ്ങൾക്ക് അതീതമായി, നിങ്ങളുടെ ചിന്തകൾക്ക് അതീതമായി ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു, ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു. ഹല്ലേലൂയ. എന്താ കാര്യം എന്നറിയാമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഭൂതകാലത്തിൽ ദൈവമായിരുന്നവൻ ഇന്ന് വർത്തമാനകാലത്തിലും ഞാൻ ദൈവമാകും. ഇന്നലകളിലെ കാര്യങ്ങളെ ഓർത്തിന്ന് സന്തോഷിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല, ഇന്നത്തെ അത്ഭുതങ്ങളെ കണ്ടു സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, പണ്ടുള്ളതിനെ നിരൂപിച്ച് നിങ്ങളുടെ ജീവിതത്തിനകത്ത് പണ്ട് നടന്ന നല്ല പ്രവൃത്തികൾ, പണ്ട് ഹല്ലേലൂയ അവരുടെ കാലത്ത്, ദാവീദിന്റെ കാലത്ത് നടന്ന അത്ഭുതം, മോശയുടെ കാലത്ത് നടന്ന അത്ഭുതം, ആ പണ്ടുള്ള കാര്യങ്ങളെ നിരൂപിച്ച് ജീവിതം തീർക്കാൻ വിളിക്കപ്പെട്ടവരല്ല നിങ്ങൾ. അല്ല. ഹല്ലേലൂയ. കർത്താവിന്റെ പദ്ധതി എന്താണെന്നറിയാമോ? ഹല്ലേലൂയ, ആമേൻ, നിങ്ങൾക്ക് വേണ്ടി ഇന്നലകളിൽ തന്റെ ജനത്തിനു വേണ്ടി ചെങ്കടൽ വിഭാഗിച്ചവൻ, ആമേൻ, തന്റെ ജനത്തിനു വേണ്ടി എരിഹോ മതിലിനെ തകർത്തവൻ, തന്റെ വിശുദ്ധന് വേണ്ടി ആമേൻ ഹല്ലേലൂയ കാക്കയെ അയച്ച് പോഷിപ്പിച്ചവൻ, തന്റെ വിശുദ്ധന് വേണ്ടി ഹല്ലേലൂയ ആമേൻ സാരഫാത്തില് പാത്രത്തിൽ എണ്ണയും മാവും കുറയാതെ നോക്കിയവൻ, ആമേൻ, യോർദാനെ വിഭാഗിച്ചവൻ, ആമേൻ, മലയിൽ അഗ്നി ഇറക്കി യാഗത്തെ ദഹിപ്പിച്ചവൻ, സുമുഖത്തിന്റെ വായെ കെട്ടിക്കളഞ്ഞവൻ, തീയുടെ ബലത്തെ കെടുത്തു കളഞ്ഞവൻ, ഇന്നലകളിൽ അത്ഭുതം ചെയ്തെങ്കിൽ അത് വായിച്ച് ത്രസിച്ച് ജീവിക്കാനല്ല. ഇന്നത്തെ നിങ്ങളുടെ അത്ഭുതം നാളത്തെ തലമുറ പറഞ്ഞ് 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 ക്രിസ്തുവിൽ ഉറപ്പിക്കത്തക്കവണ്ണം, ദാറ്റ് ഈസ് യുവർ കോളിംഗ്. അതാണ് നിങ്ങളുടെ മേൽ കിടക്കുന്ന വിളി. അതാണ് നിങ്ങളുടെ മേൽ എന്റെ മേൽ കിടക്കുന്ന വിളി. പണ്ടുള്ളതിനെ നിരൂപിക്കണ്ട. ആമേൻ. ഇന്ന് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, പുതിയതൊന്ന് ചെയ്യുന്നു. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. പുതിയത് എന്താണ് ചെയ്യുന്നത്? അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ ആമേൻ, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അതായത് അവിടെ പറഞ്ഞൊരു കാര്യമാണ്. ഹല്ലേലൂയ. മുമ്പ് ചെങ്കടലിൽ വഴിയൊരുക്കിയവനാണ്, ചെങ്കടലിൽ വഴിയൊരുക്കി, യെസ്. പക്ഷെ ഇപ്പൊ പറയാം, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി, മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കുക. അതായത് പ്രിയപ്പെട്ടവർ ചിന്തിച്ചു നോക്കി, മരുഭൂമിയിൽ വഴി ഒരുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മള് മരുഭൂമിയിൽ വഴിയില്ലെങ്കിലും നമ്മുടെ നടന്നു പോകാം. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ കർത്താവ് എന്ന് പറഞ്ഞ മരുഭൂമിയിൽ വഴിയൊരുക്കുക, മരുഭൂമിയിൽ വഴിയൊരുക്കുക. ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, മരുഭൂമി, ഹല്ലേലൂയ, ആമേൻ, ഒരു എന്താ പറയുന്നത്, നമ്മൾ മരുഭൂമി യാത്ര എന്ന് പറയുമ്പം അന്ത്യമില്ലാത്തത്, ലക്ഷ്യമില്ലാത്തത്, ഫലമില്ലാത്തത്. എന്നാൽ വഴി എന്ന് പറയുമ്പോൾ എന്തിനെ കുറിക്കുന്നതാ? നമുക്കറിയാം, ഒരു വഴി ഉണ്ടെങ്കിൽ, ആമേൻ, ഒരു വഴിക്ക് ഒരു ഉദ്ദേശമുണ്ട്, അത് നമ്മൾ ഒരു ലക്ഷ്യത്തിൽ എത്തിക്കാന്നുള്ളതാണ്. ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമി പോലെ കിടക്കുന്ന അവസ്ഥ, ലക്ഷ്യമില്ലാതെ കിടക്കുന്ന അവസ്ഥ, ശൂന്യമായി കിടക്കുന്ന അവസ്ഥ, കർത്താവ് പറയുക, നിന്നെ ഇവിടെ നിന്ന് ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നയിക്കുക, ലക്ഷ്യത്തിലേക്ക് നയിക്കുക. മാത്രമല്ല ഇവിടെ പറയുന്നത്, ഹല്ലേലൂയ, നിർജ്ജന പ്രദേശത്ത്, ഹല്ലേലൂയ, ഞാൻ എന്ത് ചെയ്യും? ആമേൻ. നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിർജ്ജന പ്രദേശത്ത് നദി ഉണ്ടാക്കുക. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, നമുക്ക് ഹല്ലേലൂയ കർത്താവ് നിർജ്ജനമായ സ്ഥലത്ത്,
ആളില്ലാത്ത സ്ഥലത്ത് ഞാൻ നദി ഉണ്ടാക്കും. അപ്പൊ ഈ നദി എന്ന് പറയുന്നതും നിർജ്ജന പ്രദേശം ഇത് തമ്മിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ പറയുക? ഇവിടെ നദി എന്ന് പറയുന്ന സ്ഥലത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കർത്താവിന്റെ സാന്നിധ്യത്തെ കുറിക്കുന്നതാണ് നദി എന്ന് പറയുന്നത്. കർത്താവിനെ തന്നെ ജീവ നദി എന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഹല്ലേലൂയ, അവൻ ആറ്റിലേക്ക് നട്ടിരിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്നു. നദിയുടെ അരികിൽ നടപ്പെട്ടവൻ, ഹല്ലേലൂയ, നദി പുറപ്പെടും. ഇതെല്ലാം നദിയുമായിട്ട് ബന്ധത്തിൽ പറയുമ്പോൾ ദൈവ സാന്നിധ്യത്തെ കുറിക്കുന്ന, അതായത് നിർജ്ജന പ്രദേശത്ത് ആരും നിന്റെ കൂടില്ലേ? ആരുമില്ലാത്ത സ്ഥലത്ത് അവിടെ ഒരു നദിക്ക് സാധ്യതയുണ്ടോ? നദിയുടെ ആവശ്യമുണ്ടോ? അവിടെ അതിന്റെ ആവശ്യമില്ല. പക്ഷേ അതിന് സാധ്യതയുണ്ടോ? സാധ്യതയില്ല. പക്ഷെ നിർജ്ജനമായ സ്ഥലത്ത് ഞാൻ വഴിയൊരുക്കും, ഞാൻ നദി ഒരുക്കും. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, കർത്താവ് ഹല്ലേലൂയ നമ്മുടെ ഹൃദയ നിരൂപണങ്ങളെ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് വിശ്വസിക്കാമോ? ഇന്നലകളിൽ ചെങ്കടൽ വഴിയൊരുക്കവൻ ഇന്ന് മരുഭൂമിയിൽ വഴിയൊരുക്കും. ഹല്ലേലൂയ. ഇന്നലെ നദികളെ വിഭാഗിച്ചവൻ ഹല്ലേലൂയ ഇന്ന് അവനൊരു കാര്യം ചെയ്യും. നിർജ്ജന പ്രദേശത്ത് നദിയെ ഉളവാക്കും. എന്ന് നിങ്ങളുടെ ജീവിതത്തിനകത്ത് എവിടെങ്കിലും തകർന്നും അടഞ്ഞും ജീവിതം ശൂന്യതയിലായിരിക്കുകയാണോ? വിശ്വസിക്കുക, നിങ്ങൾക്ക് വേണ്ടി ഇന്നലെ നിരൂപിച്ച് തീർന്ന കാര്യങ്ങളല്ല, പുതിയതൊന്ന് ചെയ്യാനായിട്ട് കർത്താവ് തയ്യാറായി നിൽക്കുക. ധൈര്യത്തോടെ കർത്താവിലേക്ക് നോക്കുക, ഉറപ്പോടെയും പ്രത്യാശയോടെ മുന്നോട്ട് പോകുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഹല്ലേലൂയ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ജീവിതത്തിൽ വഴി അടഞ്ഞുപോയ നിലയിലിരിക്കുന്നവരും ശൂന്യതയുടെ മരുഭൂമി എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്നവർ, യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, ആ മരുഭൂമിയുടെ അവസ്ഥ മാറിയിട്ട് കർത്താവെ അത് ലക്ഷ്യത്തിലേക്ക് എത്തുന്ന വഴിയുള്ള അവസ്ഥയായി മാറ്റുന്നതിനായിട്ട് നന്ദി കർത്താവെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ ശൂന്യതകളും മാറട്ടെ, ഫലമില്ലായ്മ മാറട്ടെ, ഫലപുഷ്ടിയില്ലായ്മ മാറട്ടെ, നിലത്തിന്റെ അവസ്ഥകൾ മാറട്ടെ കർത്താവെ. അത്ഭുതകരമായ പ്രവൃത്തി അവരിൽ സംഭവിക്കട്ടെ. നിർജ്ജന പ്രദേശത്ത് നദികൾ ഒഴുകുമാറാകട്ടെ. അതേ കർത്താവ്, സാഹചര്യങ്ങളെ മാറുന്ന ഹല്ലേലൂയ വൃക്ഷങ്ങളെ മുളപ്പിക്കുന്ന, തണുപ്പ് കൊണ്ടുവരുന്ന, നദി ഒഴുകുന്ന സാഹചര്യം, അതേ കർത്താവ്, യേശുവിന്റെ നാമത്തിൽ അവരുടെ കർത്താവ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, ആരും കൂട്ടിനില്ല, സഹായിക്കാൻ ആരുമില്ല, ഒറ്റപ്പെട്ട നിലയിലായിരിക്കുന്നവർ കർത്താവ് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ദൈവകരം അവർക്ക് ചലിക്കാൻ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, ഇന്ന് തന്നെ കർത്താവ് ഒരത്ഭുതം, ഇന്നലെ നിരൂപിച്ചിരുന്നതല്ല, ഇന്നലെ ഓർത്തിരുന്നതല്ല, പുതിയതൊന്ന് കർത്താവെ ചെയ്ത് മാനിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിർജ്ജനമായ സ്ഥലം, നിർജ്ജനമായത് മരുഭൂമി, ഒരു ഫലഭൂഷ്ടി എടുത്തു പറയത്തക്ക രീതിയിലൊന്നുമില്ല. പക്ഷെ അവിടെ കർത്താവ് വഴിയൊരുക്കുക. നിങ്ങൾക്ക് വേണ്ടി ചിലത് കർത്താവ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ പണ്ടുള്ളതിനെ ഓർത്ത് ഇന്നലകളിൽ നടന്ന അത്ഭുതങ്ങൾ അത് ഇന്ന് നടന്നില്ലല്ലോ, നിരാശപ്പെടേണ്ട. ഇന്നത്തേക്ക് വേണ്ടി കർത്താവ് ഒന്ന് ഒരുക്കിയിട്ടുണ്ട്. ഒരു അത്ഭുതം ഒരുക്കിയിട്ടുണ്ട്, വിടുതൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങോട്ട് നോക്കുക. ആമേൻ. കർത്താവിലേക്ക് നോക്കി മുന്നോട്ട് പോകുക. ജയമുണ്ട്. നിങ്ങൾ ഒരു അനുഗ്രഹമാണ്. God bless you. Amen.